കർത്താവിൽ പ്രിയരെ, ഈ പുതിയ ദിവസത്തിന്റെ ഓരോ നിമിഷങ്ങളും കർത്താവിന്റെ സാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുകയും ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള എല്ലാ വിടുതലുകളും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അതേ കിടപ്പിൽ തന്നെ ദീർഘനാളുകൾ കിടക്കാറില്ല. അല്ല, നമ്മുടെയൊക്കെ സ്വാഭാവികമായ കണക്കുകൂട്ടലുകളും കഴിഞ്ഞിട്ട് പിന്നെയും ആ കുട്ടി എഴുന്നേൽക്കുന്നില്ല എങ്കിൽ അതിന് എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സമയത്തിന്റെ പരിധിക്കുള്ളിൽ എഴുന്നേൽക്കുന്ന കുട്ടി, നടക്കുന്ന കുട്ടി, ഓടിത്തുടങ്ങുന്ന കുട്ടി, ഇതൊന്നും ആരും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുത്തിട്ടല്ലല്ലോ ചെയ്യുന്നത്. ആദ്യത്തെ ചുവടുകൾ വെക്കുവാൻ നമ്മൾ ഒരുപക്ഷെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരെങ്കിലുമൊക്കെ സഹായിച്ചേക്കാം. പ്രാർത്ഥനയും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ്. ദീർഘനാളുകൾ പ്രാർത്ഥനയ്ക്ക് വിമുഖത കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയുക, എന്തോ കുഴപ്പം നിങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. വേഗത്തിൽ തന്നെ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെല്ലുക, കർത്താവിന്റെ തിരുസാന്നിധ്യം തിരിച്ചറിയുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. എന്താണ് പ്രാർത്ഥന? എങ്ങനെയാണ് പ്രാർത്ഥന? ഇതൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള കാര്യങ്ങളാണ്. വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാലും പ്രാർത്ഥനയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഓരോ ഇടങ്ങളിലും ചില നിർദ്ദേശങ്ങൾ ഒക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 14-ാം വാക്യം വായിക്കട്ടെ. അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. മറ്റവൻ അങ്ങനെയല്ല. തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ഉയർത്തപ്പെടും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പല ആളുകളുടെയും ഉള്ളിൽ ഉണ്ടാകാറുള്ള ഒരു സാധാരണ സംശയമാണ് ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ള കാര്യം. വ്യത്യസ്ത വിഭാഗക്കാരായ ആളുകളുടെ ഇടയിൽ ചില പ്രത്യേകതകളൊക്കെ അവർ എടുത്തു പറയാറുണ്ട്. അതൊന്നും ഇപ്പോൾ എൻ്റെ പരാമർശ വിഷയമല്ലല്ലോ. വിശുദ്ധ തിരുവെഴുത്ത്, വിശുദ്ധ ബൈബിൾ നമ്മോട് പറയുന്നത് അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുന്നത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണോ, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണോ, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതാണോ എന്നുള്ളതിനേക്കാൾ പ്രാർത്ഥനാ സമയത്ത് നമ്മുടെ മനസ്ഥിതി എന്താണെന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന സംഗതിയല്ലേ. ചില പഴയ നിയമ വിശുദ്ധന്മാർ കമിഴ്ന്ന് വീണ് കിടന്നാണ് പ്രാർത്ഥിക്കാറുള്ളത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടുള്ളത്. മറ്റു ചിലരാകട്ടെ നിന്നുകൊണ്ട് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശു കർത്താവ് തന്നെ ചിലപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതായിട്ട് നമുക്കറിയാമല്ലോ. ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യത്തിന്റെ പശ്ചാത്തലവും ഒരു പ്രാർത്ഥനയെ ആസ്പദമാക്കിയുള്ളതാണ്. അതും യേശു കർത്താവ് തന്നെ തൻ്റെ ശിഷ്യന്മാരോട് പ്രാർത്ഥനയെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഉപമ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞ കാര്യമാണ് താഴോട്ട് വായിക്കുന്നത്. 2 പേർ ദേവാലയത്തിൽ പോയെന്നും ഒരാൾ പരീശനും ഒരാൾ ചുങ്കക്കാരനുമായിരുന്നു. പരീശന്റെ പ്രാർത്ഥന സ്വയം പുകഴ്ത്തലായിരുന്നു. ഒരുപക്ഷെ ചുങ്കക്കാരനായ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് താൻ സ്വയം പുകഴുകയാണ് ചെയ്തത്. ഇന്നും പല ആളുകളും അങ്ങനെ തന്നെയാണ്. അവർക്ക് യാതൊരു കുറവും കുറ്റവുമില്ല. സകല കുറവുകളും കുറ്റങ്ങളും മറ്റുള്ളവർക്കാണ്. എന്നാൽ അവിടെ നിന്നിരുന്ന ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് പോലും നോക്കാൻ തുനിയാതെ പാർത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. താൻ ഒരു പാപിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി. നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതിയേക്കാൾ അപ്പുറമായി ദൈവവും നമ്മളും തമ്മിൽ ഉള്ള ബന്ധം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണല്ലോ. പല ആളുകൾക്കും അവർ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ നിന്നുകൊണ്ടായിരിക്കണം എന്നുള്ളതിലാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഒരാൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നത് അവരുടെ മാത്രം വിഷയമാണ് എന്നത് ഞാൻ മറക്കുന്നില്ല. എങ്കിൽ പോലും തിരുവചനം അനുശാസിക്കുന്നതും കൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനാ രീതിയെക്കുറിച്ച് വളരെ സരസമായ ഒരു പദ്യത്തിന്റെ ആശയം ഇപ്രകാരമാണ്. മുട്ടിന്മേൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് മാത്രമാണ് ശരി എന്നൊരാൾ പറയുന്നു. അങ്ങനെ അല്ലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് അടുത്തയാൾ പറയുന്നത് കൈകൾ ഇരുവശങ്ങളിലേക്കും വിരിച്ച് കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി ശ്രദ്ധ മുഴുവൻ ദൈവത്തിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. മൂന്നാമൻ അത് സമ്മതിക്കുന്നില്ല. താൻ പറയുന്നത് അത് ആത്മപ്രശംസയാണ്. വിനയത്തോടെ തല വണക്കി നിന്നുകൊണ്ട് വേണം പ്രാർത്ഥിക്കേണ്ടത്. ഈ സംഭാഷണം ശ്രദ്ധിച്ചു കൊണ്ടുനിന്ന ഒരാൾ തൻ്റെ അനുഭവം ഇങ്ങനെ വിവരിച്ചു. എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എങ്ങനെയായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. കഴിഞ്ഞ വർഷം എൻ്റെ അയൽ വീട്ടിലെ കിണറ്റിൽ ഞാൻ തലകുത്തി വീണു. കാൽ രണ്ടും മുകളിലും തല കീഴയുമായുള്ള ആ കിടപ്പിൽ കിടന്നുകൊണ്ട് എൻ്റെ ആയുസ്സിൽ പ്രാർത്ഥിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ മെച്ചപ്പെട്ട പ്രാർത്ഥന അവിടെ കഴിച്ചു. തലകുത്തി നിന്നുകൊണ്ടുള്ള ആ പ്രാർത്ഥന വളരെ ഫലപ്രദമായിരുന്നു. എനിക്ക് അവിടുന്ന് രക്ഷപ്പെടുവാൻ വഴിയുമുണ്ടായി. ഇതിൻ്റെ അർത്ഥം രക്ഷപ്പെടാൻ വേണ്ടി തലകുത്തി നിന്ന് പ്രാർത്ഥിക്കണമെന്നല്ല കേട്ടോ. പ്രാർത്ഥനാ രീതിയുടെ അർത്ഥമില്ലായ്മയെക്കുറിച്ച് ആരോ ഒരാൾ ഉണ്ടാക്കിയ ഒരു കഥയാണെന്ന് വെച്ചു. അനുദിനം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സഹായം അഭ്യർത്ഥിക്കുന്നതിനും
ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറയുന്നതിനും നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നതിനും ദൈവസന്നിധിയിൽ ചെലവഴിക്കുന്ന സമയം വിനയത്തോടും ഭക്തിയോടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുമായിരിക്കണമെന്നുള്ളത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വസ്തുതയാണല്ലോ. 40-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടു. ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് നോക്കുന്നത്. അത് ശരിയായ നിലയിലാണെങ്കിൽ മുട്ടുകുത്തിയോ ഇരുന്നോ നിന്നോ കിടന്നോ എങ്ങനെ പ്രാർത്ഥിച്ചാലും ദൈവസന്നിധിയിൽ അത് എത്താതിരിക്കില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.